Praise be to Jesus Christ and Blessed Virgin Mary. Welcome back to Catholic Weekly. ദി ഡോഗ്മ ഓഫ് പ്രഗട്ടറി എന്ന പുസ്തകത്തിൽ ഫാദർ ഷൂപ്പെ സഭയിൽ വിവിധ കാലഘട്ടങ്ങളിൽ വിശുദ്ധർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്ന മരണാനന്തര അനുഭവങ്ങളിൽ നിന്നുമുള്ള സംഭവ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മറ്റൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. ഇന്ന് ഒരു 5 സംഭവങ്ങളാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അപ്പോൾ ഈ 5 സംഭവം ആയതുകൊണ്ട് തന്നെ എനിക്കിതെല്ലാം ഓർമ്മയിൽ വെക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടും ചിലപ്പോഴും ഞാൻ വായിച്ചിട്ടായിരിക്കും ഞാൻ പറയാം. അപ്പോൾ മറ്റൊന്നുമല്ല, ഇത് പ്രധാനമായിട്ടും വൈദികർക്കും കന്യാസ്ത്രീകൾക്കും വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ ഇത് നമുക്കുള്ളൊരു റിമൈൻഡറും കൂടിയാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ മൈൻഡിലും ചില കാര്യങ്ങൾ വരും. നമ്മൾ ചില കാര്യങ്ങളിൽ വരുത്തിയിരിക്കുന്ന നെഗ്ലിജൻസ്. ഇത് വായിച്ചപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. നമ്മുടെ ലൈഫിൽ നമ്മൾ തിരുത്തേണ്ട ചില മേഖലകൾ നമുക്ക് മനസ്സിലാവും. അപ്പോഴിത് നമ്മളൊട്ടും ചിന്തിക്കാത്ത ലെവലിലുള്ള ഒരു ശുദ്ധീകരണ അനുഭവമാണ്. നമ്മൾ ചിന്തിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നൊരു പക്ഷേ നമ്മൾ ചിന്തിച്ചേക്കാം. പക്ഷേ ഇങ്ങനെയൊക്കെയാണ്. ഇതൊക്കെ സഭ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ആളുകൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ബയോഗ്രഫിയിൽ അവർ തന്നെ എഴുതി വെച്ചിട്ടുള്ള സംഭവങ്ങളാണ്. സോ ഇതൊക്കെ നമുക്കുള്ള മുന്നറിയിപ്പാണ്, നമുക്കുള്ള മുന്നറിയിപ്പുകൾ. അതിലോട്ട് വരുന്നതിന് മുൻപ് ആസ് യൂഷ്വൽ ലെറ്റ് us begin the prayer. Pater noster, qui es in celis, sanctificetur nomen tuum, adveniat regnum tuum, fiat voluntas tua, sicut in cielo et in terra, panem nostrum quotidianum da nobis hodie, et dimitte nobis debita nostra, sicut et nos dimittimus debitoribus nostris, et ne nos inducas in tentatione, sed libera nos a malo. Amen. അപ്പോൾ ഫാദർ ഷൂപ്പെ തുടങ്ങുന്നത് പ്രകാരമാണ്. ആത്മീയ കാര്യങ്ങളിൽ നെഗ്ലിജൻസ് വരുത്തുന്ന സന്യസ്തർക്കും വൈദികർക്കും അനുഭവിക്കേണ്ടി വരുന്ന വളരെ വലിയ ശുദ്ധീകരണ സ്ഥലത്തിലുള്ള പീഡനങ്ങളെ പറ്റിയാണ് ഫാദർ ഷൂപ്പെ ഇത് പറഞ്ഞ് ആരംഭിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ സംഭവം നമ്മൾ കേൾക്കാൻ പോകുന്നത് വെനറബിൾ ലൂയിസ് ഓഫ് ബ്ലോയിസ് എന്ന പേരുള്ള ഒരു ധന്യനായ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു ശുദ്ധീകരണ അനുഭവത്തെ പറ്റിയാണ്. ഇദ്ദേഹത്തിന് അറിയാമായിരുന്ന ഒരു സെർവൻ്റ് ഓഫ് ഗോഡ്, അത് ആരാണെന്ന് പറയുന്നില്ല, ഒരു ദൈവദാസി, അതാരാണെന്ന് പറയുന്നില്ല. ഈ ദൈവദാസി മരണശേഷം ഈ വിശുദ്ധന് പ്രത്യക്ഷപ്പെട്ടു. ഈ വിശുദ്ധന് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞത് ഇപ്രകാരമാണ്, മറ്റൊന്നുമല്ല, ഇവർ ശുദ്ധീകരണ സ്ഥലത്ത് ഇന്ന് പീഡ അനുഭവിക്കുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത് പരിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നതിന് മുൻപ് നേരാവണ്ണം ഒരുങ്ങാതെ കുർബാനയ്ക്ക് പോയത് കാരണം ശുദ്ധീകരണ സ്ഥലത്ത് പീഡ അനുഭവിക്കുകയാണ് ഈ ദൈവദാസി. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, സഭ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള എല്ലാവരും മരണശേഷം ഉടനെ സ്വർഗത്തിൽ നേരിട്ട് പോയിട്ടുള്ളവരല്ല. പലരും ശുദ്ധീകരണ സ്ഥലത്തിലൂടെയാണ് കടന്നു പോയിട്ടുള്ളത്. അപ്പോൾ ഈ ദൈവദാസി ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്നത് ഭയഭക്തി ഇല്ലാതെ, അതായത് കുർബാനയ്ക്ക് ഭയഭക്തി ഇല്ലാതെ പങ്കെടുത്തതിനല്ല, കുർബാനയ്ക്ക് പോകുന്നതിന് മുൻപ് ഒരു ഒരുക്കമുണ്ട്. ഞാൻ മംഗലാപുരത്താണ് ഞാൻ എൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത്. അപ്പം മംഗലാപുരത്ത് ഞാൻ കാണാറുണ്ട് പലപ്പോഴും അവിടുത്തെ സിസ്റ്റേഴ്സ്, സാക്രഡ് ഹാർട്ടിലെ സിസ്റ്റേഴ്സ്, അവർ രാവിലെ കുർബാനയ്ക്ക്, രാവിലെയോ വൈകിട്ടോ കുർബാനയ്ക്ക് പോകുമ്പോൾ പലപ്പോഴും നമ്മൾ ചിലപ്പോൾ അങ്ങോട്ട് നോക്കി വിഷ് ചെയ്താൽ ചില സമയത്ത് അവർ തിരിച്ച് വിഷ് ചെയ്യത്തില്ല. ചിലപ്പോൾ നമ്മളെ കാണാത്ത പോലെ അവർ പോവും. അപ്പോഴാണ് എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞത്, അവർ പരിശുദ്ധ കുർബാനയ്ക്ക് പോവാണ്, അവർ സംസാരിക്കത്തില്ല, അവരാ ഒരുക്കത്തിലാണ് ഉള്ളത്. പരിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നത് കൊണ്ട് മിണ്ടാതെ സംസാരിക്കാതെ പോവാണ്, അല്ലാതെ നിന്നോട് പിണക്കമുള്ളത് കൊണ്ടൊന്നുമല്ല. അപ്പം അത്രമാത്രം ഒരുക്കത്തോടു കൂടെ പോകുന്ന കന്യാസ്ത്രീകളുണ്ട്. അപ്പം നമ്മളും ചിന്തിക്കുക, നമ്മൾ പരിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നതിന് മുൻപ് എത്രമാത്രം പ്രിപ്പയർഡ് ആയിട്ട് പോകുന്നു. അതുപോലെ ഈശോ നോക്കുന്നു എന്നുള്ളത്. കുർബാനയുടെ ഇടയിൽ കാണിക്കുന്ന മറ്റു കാര്യങ്ങൾക്ക് വേറെ ശുദ്ധീകരണ സ്ഥലം നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. ശുദ്ധീകരണ സ്ഥലത്ത് വേറെ സ്ഥലമുണ്ട്. ഇത് കുർബാനയ്ക്ക് മുൻപ്, ദിവ്യബലിക്ക് മുൻപ് ഉള്ള ഒരുക്കത്തെ പറ്റി മാത്രമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതിൽ ഈ സിസ്റ്റർ ശുദ്ധീകരണ സ്ഥലത്ത് കിടന്നത് ഈ ഒരുക്കമില്ലായ്മ കാരണമാണ്. ഉടനെ ഈ വെനറബിൾ ലൂയിസ് അമാദിച്ചില്ല. ഉടനെ തന്നെ അദ്ദേഹം അടുത്ത ദിവ്യബലിയിൽ വളരെ ഭക്തിയോടുകൂടെ, വളരെ തീക്ഷ്ണതയോടുകൂടെ, വളരെ കോൺഷ്യസോടുകൂടെ, പല വിചാരങ്ങളൊന്നും ഇല്ലാതെ ഭയഭക്തിയോടുകൂടെ ഈ സിസ്റ്ററിന് വേണ്ടിയിട്ട് പരിശുദ്ധ കുർബാന സ്വീകരിച്ചു. പരിഹാരമായിട്ട് ഈ സിസ്റ്ററിൻ്റെ ശുദ്ധീകരണ സ്ഥലം കുറക്കാൻ പരിഹാരം എന്നോണം ഭയഭക്തിയോടുകൂടെ പരിശുദ്ധ കുർബാന സ്വീകരിച്ചപ്പോൾ ഈ വെനറബിൾ ലൂയിസ് കാണുന്നത് ഈ സിസ്റ്റർ
വളരെ പ്രകാശം നിറഞ്ഞ രീതിയിൽ സ്വർഗത്തിലോട്ട് പോകുന്നതായിട്ടാണ് വിശുദ്ധ വെനറബിൾ ലൂയിസ് ബ്ലോയിസ് കാണുന്നത്. ഇതാണ് ഒന്നാമത്തെ സംഭവം. രണ്ടാമത് 1589 മൊണാസ്ട്രി ഓഫ് സെൻറ്റ് മേരി ഓഫ് ഏഞ്ചൽസ് ഫ്ലോറൻസിൽ സംഭവിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. അവിടെ ഒരു സന്യാസ ഭവനത്തിലെ സിസ്റ്റർ, അവർ വളരെ എല്ലാവർക്കും പ്രിയപ്പെട്ടവരായിരുന്നു. അവർ മരിച്ചുപോയി. അവർ മരിച്ചു കഴിഞ്ഞ് അവർ പ്രത്യക്ഷപ്പെട്ടത് വിശുദ്ധ മഗ്ദലേൻ ഡെ പാസി എന്നു പേരുള്ള സഭയിൽ വിശുദ്ധയായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ആ സിസ്റ്ററിൻ്റെ അടുക്കലാണ് ഈ മരിച്ചു പോയിട്ടുള്ള സിസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ പ്രത്യക്ഷപ്പെട്ടത് ഇങ്ങനെയാണ്. ഈ മഗ്ദലേൻ ഡെ പാസി എന്ന വിശുദ്ധ ദിവ്യകാരുണ്യ സന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഈ ദിവ്യകാരുണ്യത്തിന് മുൻപിൽ മിഡിലായിട്ട് ഈ പറയുന്ന മരിച്ചുപോയ സിസ്റ്ററിൻ്റെ ആത്മാവ് പ്രത്യക്ഷപ്പെട്ട് ദിവ്യകാരുണ്യത്തെ കുമ്പിട്ട് ആരാധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് മഗ്ദലേൻ ഡെ പാസി കാണുന്നത് ഈ ആത്മാവിന് ചുറ്റും വെളുത്ത നിറമുള്ള ഒരു റോബുണ്ട്, അതുപോലെ തന്നെ തീയുടെ ഒരു മാൻഡിലുണ്ട്, ഒരു പുതപ്പുമുണ്ട്. അതിശയിപ്പിക്കുന്ന ഒരു കാര്യം, വിശുദ്ധ മഗ്ദലേൻ കണ്ട ഒരു കാര്യപ്രകാരമാണ് ഈ തീ ഇവരെ പൂർണ്ണമായിട്ടും വിഴുങ്ങുന്നുമില്ല, ഭാഗികമായിട്ടേ അവർ വിഴുങ്ങുന്നുള്ളൂ. അതിൻ്റെ കാരണം പറഞ്ഞത് ഇപ്രകാരമാണ്. ഈ തീ ഭാഗികമായിട്ട് ഇവരെ വിഴുങ്ങാനുള്ള കാരണം പരിശുദ്ധ കുർബാനയോട് നൽകേണ്ട, ദിവ്യകാരുണ്യത്തോട് നൽകേണ്ട ആരാധന ബഹുമാനങ്ങളിലെ കുറവ് കാരണമാണ്. ഇവർ ജീവിച്ചിരുന്നപ്പോൾ ദിവ്യകാരുണ്യത്തോട് നൽകേണ്ടിയിരുന്ന ബഹുമാനക്കുറവ് കാരണമാണ് ഇവരെ ഭാഗികമായിട്ട് ഈ തീയിൽ ഇങ്ങനെ സഫർ ചെയ്യുന്നത്. എന്നാൽ എന്തുകൊണ്ട് പൂർണ്ണമായിട്ട് ഇവരെ സഫർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ, ഇവർ കാത്തു സൂക്ഷിച്ച മരണം വരെ ഇവർ കാത്തു സൂക്ഷിച്ച ഇവരുടെ വെർജിനിറ്റി, കന്യകാത്വം, ഇതിൻ്റെ ആ കന്യകാത്വത്തിൻ്റെ ഒരു റിവാർഡ് എന്നോണമാണ് അവരെ ആശ്വസിപ്പിക്കുന്നത് പോലെ അവരുടെ ബോഡിയിൽ, അവരുടെ ആത്മാവിൽ ഒരു ഭാഗം ഫ്ലെയിം മൂടാത്ത രീതിയിൽ ദൈവം അവരെ പ്രൊട്ടക്റ്റ് ചെയ്തത് എന്നാണ് വിശുദ്ധ മഗ്ദലേൻ ഡെ പാസി പറയുന്നത്. ഇത് വിശുദ്ധ മഗ്ദലേൻ ഡെ പാസിയെ ഒത്തിരി ആഴത്തിൽ സ്വാധീനിച്ചു. ഈ ആത്മാവിനെ എല്ലാ രീതിയിലും സഹായിക്കാൻ വേണ്ടിയിട്ട് ഈ വിശുദ്ധ തയ്യാറായിരുന്നു. മാത്രമല്ല, തൻ്റെ ആത്മീയരായിട്ടുള്ള പെൺകുട്ടികൾക്ക്, ഈ സന്യാസ ഭവനത്തിലെ പെൺകുട്ടികൾക്ക്, അവർക്ക് പരിശുദ്ധ കുർബാനയോട് നമുക്ക് എത്രമാത്രം തീക്ഷ്ണത വേണം, ഭയഭക്തി വേണം എന്ന് പഠിപ്പിക്കുന്നതിനും ഈ സംഭവം വിശുദ്ധ മഗ്ദലേൻ എന്ന വിശുദ്ധയുടെ ജീവിതത്തിൽ ഇടയാക്കിയെന്ന് പറയുന്നു. മറ്റൊന്ന്, മൂന്നാമത്തെ സംഭവം, ഇത് സംഭവിച്ചത് വെനറബിൾ ആഗ്നസ്, ധന്യയായ ആഗ്നസ് എന്ന പേരുള്ള ഒരു സിസ്റ്ററിൻ്റെ ജീവിതത്തിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതേ ആഗ്നസിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു വചനം ഇപ്രകാരമുണ്ട്: കർത്താവിൻ്റെ വേലയിൽ അലസനായവൻ ശപിക്കപ്പെട്ടവനാകട്ടെ എന്നൊരു വചനമുണ്ട്. അതിവിടെ ഫാദർ ഷൂപ്പ് പറഞ്ഞ ഇപ്രകാരമാണ്: വി ഷുഡ് ട്രീറ്റ് ഹോളി തിങ്സ് ഇൻ എ ഹോളി മാനർ. All irreverence in religious exercises is extremely displeasing to God. സന്യസ്തരായിട്ടുള്ള ആളുകൾ ഇറവറൻസോട് കൂടെ ചെയ്യുന്ന ദൈവികമായിട്ടുള്ള പ്രവൃത്തികളെല്ലാം ദൈവത്തിന് അങ്ങേ അറ്റത്തെ ഡിസ്പ്ലീസാണ് ദൈവത്തിന് ഉണ്ടാക്കിയെടുക്കുന്നത്, ദൈവത്തിന് ഉണ്ടാകുന്നത് എന്നാണ്. അതായത് എല്ലാ കാര്യങ്ങളും അറിയുന്നവരാണ് വൈദികരും സന്യസ്തരും. അപ്പോൾ ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിൽ അവർ കാണിക്കുന്ന അനാദരവ് അത്രമാത്രം ദൈവത്തിന് ഇഷ്ടക്കേട് ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത്. നമ്മൾ ഇതേ കാര്യം മോശയുടെ ലൈഫിൽ കാണുന്നുണ്ട്. മോശയോട് കർത്താവ് പറഞ്ഞു, നീ ആജ്ഞാപിച്ചാൽ മതി പാറയോട് വെള്ളം വന്നോളൂ. പക്ഷെ മോശ വടിയെടുത്ത് അടിച്ചു. ഈ ഒരൊറ്റ പ്രവൃത്തി കാരണം മോശയ്ക്ക് കാനാൻ ദേശത്തോട്ട് പ്രവേശിക്കാൻ സാധിച്ചില്ല. ഇത് വളരെ 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 ഗുരുതരമായിട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് വൈദികരും സന്യസ്തരും തീർച്ചയായിട്ടും അൽമാരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ സംഭവിച്ചത്, ഈ വെനറബിൾ ആഗ്നസിൻ്റെ അടുക്കൽ ആ ആഗ്നസിൻ്റെ സന്യാസ ഭവനത്തിൽ നിന്നും, അല്ലെങ്കിൽ ആ കൂട്ടായ്മ, ആ കമ്മ്യൂണിറ്റിയിൽ നിന്നും മരിച്ചു പോയിട്ടുള്ള ആഞ്ചലിക് എന്നു പേരുള്ളൊരു സിസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു. മരണപ്പെട്ട സിസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ പ്രത്യക്ഷപ്പെട്ട സാഹചര്യപ്രകാരമാണ് ഈ വെനറബിൾ ആഗ്നസ് ഈ മരിച്ചുപോയ സിസ്റ്ററിൻ്റെ ശവകുടീരത്തിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉടനെ ഈ മരണപ്പെട്ട സിസ്റ്ററിൻ്റെ ആത്മാവ് ആ സന്യാസ വസ്ത്രത്തോടൊപ്പം പ്രത്യക്ഷപ്പെടുകയും ആ ആത്മാവ് അനുഭവിക്കുന്ന തീയുടെ ചൂട് ഈ പറയുന്ന ആഗ്നസിന് ഫീൽ ചെയ്യുകയും ചെയ്തു.
അപ്പോൾ ഈ ആത്മാവ് വന്നിട്ട് തൻ്റെ സുപ്പീരിയർ ആയിട്ടുള്ള ഈ വെനറബിൾ ആഗ്നസിനോട് പറയുന്ന ഇപ്രകാരമാണ്: ഒത്തിരി നന്ദിയുണ്ട് സുപ്പീരിയർ, കാരണം അങ്ങ് എപ്പോഴും റിപ്പീറ്റഡായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു തിരുവചന ഭാഗമാണ് കർത്താവിൻ്റെ വേലയിൽ അലസനായവൻ ശപിക്കപ്പെട്ടവനാകട്ടെ എന്ന്. അങ്ങ് എപ്പോഴും റിപ്പീറ്റഡായിട്ട് പറഞ്ഞ ഈ ഒരു വചനഭാഗം അങ്ങ് ഇനിയും തുടരണം അമ്മേ എന്നാണ് ഈ ആത്മാവ് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞത്. എന്നിട്ട് ഈ ആത്മാവ് പറയുകയാണ്, ഒരുപക്ഷെ ഈ ശുദ്ധീകരണ സ്ഥലത്ത് ഈ ആത്മാവിന് വേദന കുറഞ്ഞതിൻ്റെ കാരണം ഈ സുപ്പീരിയർ പറഞ്ഞ ഈ കാര്യങ്ങൾ കേട്ട് ആത്മീയ കാര്യങ്ങൾ അല്പമെങ്കിലും തീക്ഷ്ണതയോടുകൂടി ചെയ്തത് കൊണ്ടായിരിക്കാം ഈ ആത്മാവ് ഇപ്രകാരം ഈ സുപ്പീരിയറിനൊക്കെ ഇത് പറഞ്ഞത്. എന്നിട്ട് ഈ ആത്മാവ് പറയുകയാണ്, നമ്മുടെ സിസ്റ്റർമാർ, ഈ കോൺവെൻറ്റിലെ സിസ്റ്റർമാർ അല്ലെങ്കിൽ മൊത്തം സിസ്റ്റേഴ്സ് ശുദ്ധീകരണ സ്ഥലം കണ്ടിരുന്നെങ്കിൽ അവരെത്ര മാത്രം തീക്ഷ്ണതയോടുകൂടെ ഈ ശുദ്ധീകരണ സ്ഥലം ഒഴിവാക്കാൻ അവർ ദൈവത്തെ സേവിക്കുമായിരുന്നു, പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ അവരെ സേവിക്കുമായിരുന്നു എന്ന് ഈ ആത്മാവ് വന്ന് വെനറബിൾ ആഗ്നസിൻ്റെ ഇടയ്ക്ക് പറയുകയാണ്. നാലാമത്തേത് ആർച്ച് ബിഷപ്പ് ഓഫ് കൊളോഗ്നെ, അദ്ദേഹത്തിൻ്റെ പേര് വിശുദ്ധ സെവേറിൻ, ഇതിൻ്റെ പ്രൊണൗൺസിയേഷൻ ഒന്നും കറക്റ്റാണെന്ന് എനിക്കറിയത്തില്ല. വിശുദ്ധ സെവേറിൻ ആർച്ച് ബിഷപ്പ് ഓഫ് കൊളോഗ്നെ, ജർമ്മനിയിലാണെന്ന് തോന്നുന്നു കൊളോനെ. അവിടെ ഇദ്ദേഹം വളരെ വലിയ ഒരു വിശുദ്ധി ജീവിച്ചിരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിത വിശുദ്ധിയും ദൈവ ശുശ്രൂഷയിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള വളരെ വലിയ കാര്യങ്ങളും പരിഗണിച്ചിട്ടാണ് സ്വർഗം അദ്ദേഹത്തെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചത്. പക്ഷേ ഇദ്ദേഹം മരണശേഷം തൻ്റെ കത്തീഡ്രലിലുള്ള ഒരു വ്യക്തിക്ക് പ്രത്യക്ഷപ്പെട്ട് പ്രയർ റിക്വസ്റ്റ് ആവശ്യപ്പെട്ടു. ഇത്രയും വിശുദ്ധി ജീവിച്ച, സഭ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ച ഈ ആർച്ച് ബിഷപ്പ് ഒരു വ്യക്തിക്ക് പ്രത്യക്ഷപ്പെട്ട് പ്രാർത്ഥന അപേക്ഷയുമായിട്ട് വന്നു. അപ്പോൾ ഈ വൈദികൻ, ഈ കത്തീഡ്രലിൽ ഈ വൈദികൻ ഞെട്ടിപ്പോയി. കാരണം വളരെ വിശുദ്ധമായിട്ട് ജീവിച്ച് എല്ലാവരാലും പ്രശംസിക്കപ്പെട്ട ഈ ഒരു വിശുദ്ധനായിട്ടുള്ള ഈ ആർച്ച് ബിഷപ്പ് എങ്ങനെ ശുദ്ധീകരണ സ്ഥലത്തെത്തി എന്ന് ഈ വൈദികൻ ഞെട്ടിപ്പോയി. അപ്പോഴാണ് ഈ ബിഷപ്പ് ഇപ്രകാരം പറഞ്ഞത്: ഇറ്റ് ഈസ് ട്രൂ, ഗോഡ് ഗേവ് മീ ഗ്രേസ് ടു സെർവ് ഹിം വിത്ത് ഓൾ മൈ ഹാർട്ട് ആൻഡ് ടു ലേബർ ഇൻ ഹിസ് vineyard, but I often offended him by the haste with which I recite the holy office. ഒന്ന് നോക്കിക്കേ, അദ്ദേഹം പറയുന്നത് ശരിയാണ്. ദൈവം എനിക്ക് കൃപ തന്നു കർത്താവിനെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സേവിക്കാൻ, കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിലെ ഒരു നല്ലൊരു ദാസനായിട്ട് വേല ചെയ്യാനൊക്കെ കർത്താവിനെ കൃപ തന്നു, ശരി തന്നെ. പക്ഷേ ഞാൻ എൻ്റെ കർത്താവിനെ വേദനിപ്പിച്ചു. എപ്രകാരമാണ്? വൈദികർ ചൊല്ലേണ്ട പ്രാർത്ഥനയുണ്ട്. ഈ പ്രാർത്ഥന വളരെ വേഗത്തിൽ ഞാൻ ചൊല്ലിത്തീർത്തത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല. I often offended him by the haste with which I recited the holy office. അപ്പോൾ ഇതിൽ പറഞ്ഞത് പ്രകാരമാണ്, വിശുദ്ധ സെവേറിൻ 6 മാസം ഈ ഒരു കാരണങ്ങൾ കൊണ്ടും കൂടെ ശുദ്ധീകരണ സ്ഥലത്ത് കഴിയേണ്ടി വന്നു. ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ബയോഗ്രഫി ആഡ്സ് ദാറ്റ് ദ സെവേറിൻ വാസ് 6 months in purgatory for that one fault. ഒരൊറ്റ തെറ്റിന് ഇത്രയും വിശുദ്ധനായി ജീവിച്ച ആർച്ച് ബിഷപ്പ് ശുദ്ധീകരണ സ്ഥലത്ത് 6 മാസം കഴിയേണ്ടി വന്നു, ഒരൊറ്റൊരു തെറ്റിന് എന്നാണ്. അതും എന്താണ് തെറ്റ്? നമ്മളെ സംബന്ധിച്ചത് വലിയ തെറ്റേ അല്ല. കാരണം നമ്മൾ നന്മ നിറഞ്ഞ മറിയമേ എന്നതുപോലെ നമ്മൾ പല വിചാരത്തോടെ ഈ ലിമിറ്റഡ് ബസ് സൂപ്പർ ഫാസ്റ്റ് പോണ പോലെ നമ്മൾ ചൊല്ലുന്ന ആൾക്കാരാണ്. എനിക്കറിയത്തില്ല നമ്മളൊക്കെ എവിടെയായിരിക്കും കിടക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരുപാട് മറ്റ് ജോലികളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്തു തീർക്കാനായിരിക്കാം ഇദ്ദേഹം എന്ത് ചെയ്തു, ഈ ഹോളി ഓഫീസ് വളരെ സ്പീഡിൽ ഈ പ്രാർത്ഥനകൾ ഇദ്ദേഹം ചൊല്ലിത്തീർത്തു എന്നുള്ളതാണ്. നെഗ്ലിജൻസ്, ഒരു അൽമായൻ പ്രാർത്ഥന ഷോർട്ടാക്കുന്നത് പോലെയല്ല ഒരു വൈദികനും സന്യസ്തരും പ്രാർത്ഥന ഷോർട്ടാക്കുമ്പോൾ ദൈവം കാണുന്നത്. മറ്റൊന്ന്, വെനറബിൾ സിസ്റ്റർ ഫ്രാൻസിസ് ഓഫ് പാമ്പലൂന, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടു. പാമ്പലൂന ഒരു ദിവസം ശുദ്ധീകരണ സ്ഥലത്ത് കണ്ടത് ഒരു പാവം വൈദികൻ, എ പൂർ പ്രീസ്റ്റ് ഹൂസ് ഫിംഗേഴ്സ് വെർ ഈറ്റൺ എവേ ബൈ ഫ്രൈറ്റ്ഫുൾ അൾസേഴ്സ്. അൾസർ എന്ന് തന്നെയാണ് എന്ന് ഞാൻ അനുമാനിക്കുന്നു. ഈ സിസ്റ്റർ കണ്ടത്, ഈ ധന്യയായ സിസ്റ്റർ ഫ്രാൻസിസ് കണ്ടത്, ശുദ്ധീകരണ സ്ഥലത്ത് ഒരു വൈദികൻ്റെ കരങ്ങൾ വളരെ പേടിപ്പെടുത്തുന്ന അൾസേഴ്സ് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുന്നു എന്നാണ്. ഹി വാസ് ദസ് പണിഷ്ഡ് ഫോർ ഹാവിങ് അറ്റ് ദ അൾട്ടർ മേഡ് എ സൈൻ ഓഫ് ക്രോസ് വിത്ത് ടു മച്ച് ലിബിറ്റി.
ഇദ്ദേഹത്തിൻ്റെ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഇത് വായിക്കുമ്പോൾ. ഇദ്ദേഹത്തിൻ്റെ കരങ്ങൾ ഇങ്ങനെ എനിക്ക് മനസ്സിലായില്ല എന്താണ് ഈ അൾസർ, ഒരുപക്ഷെ ദ്രവിച്ചിരിക്കണതായിരിക്കാം കരങ്ങൾ. വയറ്റിൽ അൾസറാണോ എനിക്കറിയത്തില്ല ഏത് രീതിയിൽ. എന്തായാലും ഒരു ഫ്രൈറ്റ്ഫുൾ അൾസേഴ്സ് ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ കരങ്ങൾ തിന്ന് തീർക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കൈകൾ. അതിൻ്റെ കാരണമായിട്ട് പറഞ്ഞത് അദ്ദേഹം ദിവ്യബലി തുടങ്ങുന്നതിന് മുൻപ് അല്ലെങ്കിൽ ദിവ്യബലിയുടെ സമയത്ത് അൾത്താരയിൽ വെച്ച്, ദിവ്യബലി എന്ന് പറയുന്നില്ല, ഇപ്രകാരമാണ് പറയേണ്ടത്, അൾത്താരയിൽ വെച്ച് അദ്ദേഹം സൈൻ ഓഫ് ദി ക്രോസ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്ന് പ്രാർത്ഥിച്ചത് വളരെ ലാഘവത്തോടുകൂടെ ചെയ്തതിന് അത് നമുക്കറിയാതെ ഏത് രീതിയിലാണെന്നുള്ളത്. അതുപോലെ വിത്തൗട്ട് നെസസറി ഗ്രാവിറ്റി, എൻ്റെ ദൈവമേ, വിത്തൗട്ട് നെസസറി ഗ്രാവിറ്റി, അതായത് പിതാവിൻ്റെയും പുത്രൻ്റെയും, അത് പരമപരിശുദ്ധ ത്രിയേക ദൈവത്തെ സ്തുതിക്കുന്നതാണല്ലോ ഈ സൈൻ ഓഫ് ദി ക്രോസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഗൗരവത്തിൽ അത് മനസ്സിലാക്കാതെ വളരെ അലക്ഷ്യമായിട്ട്, അതാണ് പ്രോപ്പർ വേർഡ് എന്നെനിക്ക് തോന്നുന്നു, വളരെ അലക്ഷ്യമായിട്ട് പിതാവിനും പുത്രനും വെച്ചതിന് കരങ്ങൾ ഇങ്ങനെ തിന്നുകയാണ്. നമ്മൾ അതിശയിക്കേണ്ട. ഞാൻ ആവിലിൽ അമ്മ ത്രേസ്യയുടെ ശുദ്ധീകരണ അനുഭവത്തിൽ കണ്ടത് ഒരു വൈദികൻ്റെ കരങ്ങൾ ശുദ്ധീകരണ സ്ഥലത്ത് കത്തിക്കൊണ്ടിരിക്കുക, കരങ്ങൾ. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞതെന്താണെന്നറിയോ? ദൈവം പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ പുഷപ്പെട്ട കരങ്ങൾ, ബിഷപ്പ് ഇദ്ദേഹത്തെ കരങ്ങൾ അനോയിൻറ്റ് ചെയ്തത് മനുഷ്യരെ ബ്ലെസ് ചെയ്യാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ആൾക്കാരടുത്ത് വരുമ്പോൾ ബ്ലെസ് ചെയ്യാൻ മടിയാണ്. അങ്ങനെ ബ്ലെസ് ചെയ്യാത്തത് കൊണ്ട്, ദൈവജനത്തെ ബ്ലെസ് ചെയ്യാൻ മടി കാണിച്ചതിന് ഈ കാര്യങ്ങൾ ശുദ്ധീകരണ സ്ഥലത്ത് വെച്ച് കത്തുകയാണ് എന്നാണ്. മറ്റൊന്ന്, ഈ വെനറബിൾ സിസ്റ്റർ പറഞ്ഞ ഇപ്രകാരമാണ്. എന്നിട്ട് സിസ്റ്റർ പറയുന്ന ഇപ്രകാരമാണ്, ജനറലി പ്രീസ് റിമെയിൻ ഇൻ പെർഗറ്ററി ലോങ്ങർ ദാൻ ദ ലേമൻ ആൻഡ് ദാറ്റ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ ടോർമെൻറ്റ്സ് ഈസ് ഇൻ പ്രൊപ്പോർഷൻ ടു ദ ഡിഗ്നിറ്റി. അൽമാരെക്കാളും വളരെ കൂടുതൽ കാലം കിടക്കുന്നത് വൈദികരാണ്. അവർ കിടക്കുന്നതിൻ്റെ അളവും ഇൻറ്റൻസിറ്റിയും ഡ്യൂറേഷനൊക്കെ അവരുടെ അന്തസ്സിനെ അനുസരിച്ചിരിക്കും. അവരുടെ പൊസിഷൻ, അവരുടെ ജോലി മേഖല, അവരുടെ വൈദികരാണോ, ബിഷപ്പാണോ, ആർച്ച് ബിഷപ്പാണോ, കർദിനാളാണോ, മാർപ്പാപ്പയാണോ എന്നൊക്കെ പൊസിഷൻസും, ആ പൊസിഷനിൽ തന്നെയുള്ള പൊസിഷൻസും. ഒരു സാധാരണ വൈദികനല്ലല്ലോ ഒരു വികാർ ജനറൽ എന്ന് പറയുമ്പോൾ. എല്ലാ വൈദികരെയും നിയന്ത്രിക്കുകയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടതൊക്കെ വ്യക്തിയാണ്. അങ്ങനെയുള്ള അവരുടെ ഡിഗ്നിറ്റിയെ ബേസ് ചെയ്തിരിക്കും അവരുടെ ഡ്യൂറേഷൻ കൂടുന്നതും കുറയുന്നതും, ഇൻറ്റൻസിറ്റി, പീഡനത്തിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുന്നതും കുറയുന്നതൊക്കെ എന്നാണ് വെനറബിൾ സിസ്റ്റർ ഫ്രാൻസിസ് പറയണത്. മറ്റൊന്ന്, ദൈവം വിശുദ്ധക്ക് വെളിപ്പെടുത്തി കൊടുത്തിയത് ഒരുപാട് ഈ വൈദികരുടെ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം മറ്റൊന്ന് പറയണത്, വൺ ഓഫ് ദം ഹാഡ് ടു ഗോ 40 years ഓഫ് സഫറിങ് ഫോർ ഹാവിങ് ബൈ ഹിസ് നെഗ്ലക്റ്റ് ടു അലൗ എ പേഴ്സൺ ടു ഡൈ. അതായത് മറ്റൊരു വൈദികൻ 40 വർഷമാണ് ശുദ്ധീകരണ സ്ഥലത്ത് കിടന്നത്. 40 വർഷം, അൺഇമാജിനബിളാണ് 40 വർഷം എന്നൊക്കെ പറയണത്. അതിൻ്റെ കാരണം പറഞ്ഞത്, അന്ത്യകുദാശ രോഗിലേപനം കൊടുക്കേണ്ടിയിരുന്ന ഒരു വ്യക്തിക്ക് അത് നിഷേധിച്ചു. ആ നിഷേധിച്ചത് കാരണം 40 വർഷം ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുകയാണ്. മറ്റൊരു വൈദികൻ 45 വർഷം ശുദ്ധീകരണ സ്ഥലത്ത് കിടന്നു. മറ്റൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രി, അദ്ദേഹത്തെ ഏൽപ്പിച്ചൊരു മിനിസ്ട്രി വളരെ ലാഘവത്തോടു കൂടി ചെയ്തതിന്. മറ്റൊന്ന്, എ ബിഷപ്പ് ഹൂസ് ലിബറേറ്റ്ലി മറ്റൊന്ന്, ഒരു ബിഷപ്പ് അദ്ദേഹം ഉദാത്തമായിട്ട് ദാനം ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നു. ഇതുകൊണ്ട് തന്നെ ഒരു ദാനം ചെയ്യുന്ന വ്യക്തി എന്ന പേരിൽ ഇദ്ദേഹത്തെ ആളുകൾ ഇങ്ങനെ വിളിക്കുമായിരുന്നു. മനസ്സിലായില്ലേ? ഇങ്ങനെ ആ ബിഷപ്പിനെ കാണുമ്പോൾ ആ ഒരു പേര് വിളിക്കുമായിരുന്നു. അപ്പോൾ ഈ പേര് വിളിക്കുമ്പോൾ ഈ ബിഷപ്പിന് അത് വളരെ ഒരു അഭിമാനമാണ്. എന്നെ ഇങ്ങനെ വിളിക്കുന്നുണ്ട് ആളുകൾ. അത് പുറമേ എളിമ കാണിക്കുമെങ്കിലും ഉള്ളിൽ ഇങ്ങനെ അതൊരു അഭിമാനമായിട്ട് കൊണ്ടു നടന്നു ഈ ബിഷപ്പ്. അതിന് ഇദ്ദേഹം 5 വർഷമാണ് ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കേണ്ടി വന്നത്. മറ്റൊരു ബിഷപ്പ് 40 വർഷം ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കേണ്ടി വന്നു. അദ്ദേഹം ഇങ്ങനത്തെ ഒരു ചാരിറ്റിയും ചെയ്യത്തില്ല, പക്ഷെ ഒന്നും ചെയ്യാതെ തന്നെ പേരും പ്രശസ്തിയും വേണമെന്ന് ആഗ്രഹിച്ചു. അതിന് 40 വർഷമാണ് ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കേണ്ടി വന്നത്. അപ്പോൾ ഇവിടെ മറ്റൊന്ന്, 1643 നവംബർ 12 ഫാദർ ഫിലിപ്പ് സ്ട്രെയ്റ്റ് എന്നു പേരുള്ള ഈശോ സഭ വൈദികൻ്റെ ജീവിതത്തിൽ സംഭവിച്ചുള്ള ഒരു കാര്യമാണ്. ഈ വൈദികൻ വളരെ വിശുദ്ധ ജീവിച്ചിരുന്ന വൈദികനാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെല്ലാ ദിവസവും രാത്രി കിടക്കാൻ നേരത്ത് നമ്മൾ ആ ദിവസം ചെയ്തു പോയിട്ടുള്ള നന്മ തിന്മകൾ നമ്മളൊന്ന് ധ്യാനിക്കണം. എന്നിട്ട് അത് എഴുതി വെക്കണം നമ്മൾ. കാരണം ആ ആഴ്ച പോയി കുമ്പസാരിക്കാനുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ എപ്പോഴും ഇദ്ദേഹം ഇതാണ് കറക്റ്റ് വേർഡ്, എക്സാമിനേഷൻ ഓഫ് കോൺഷ്യസ്നസ്.
ആ ദിവസം ഇദ്ദേഹം ദൈവത്തിനെതിരെ ചെയ്തിട്ടുള്ള, ദൈവത്തിനെ വേദനിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇദ്ദേഹം എല്ലാ ദിവസവും രാത്രി ഇദ്ദേഹം നോട്ട് ചെയ്യുമായിരുന്നു, ഇദ്ദേഹം ധ്യാനിക്കുമായിരുന്നു. ഇങ്ങനെ ജീവിച്ച ഒരു വിശുദ്ധമായൊരു ആത്മാവാണ്. എന്നാൽ ഇദ്ദേഹം മരിച്ച് കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ പ്രകാശത്തോടു കൂടെ തന്നെ തൻ്റെ ഈ ഈശോസഭയിലെ ഒരു വൈദികന് പ്രത്യക്ഷപ്പെട്ടു. അത് പ്രത്യക്ഷമായിട്ട് മറ്റാർക്കും അല്ല, വെനറബിൾ മാർട്ടിൻ സ്ട്രെസ്ഡ, പ്രൊണൗൺസിയേഷൻ കറക്റ്റ് നടത്തില്ല, വെനറബിൾ മാർട്ടിൻ, ധന്യനായ മാർട്ടിൻ എന്ന ആ ഒരു വൈദികനാണ് പ്രത്യക്ഷപ്പെട്ടത്. എന്നിട്ട് ഈ ആത്മാവ് വരുന്നത് വളരെ ദുഃഖത്തോടു കൂടിയൊന്നുമല്ല, വളരെ പ്രകാശം നിറഞ്ഞിട്ട് തന്നെയാണ്. അപ്പോൾ ഈ വൈദികൻ വന്നിട്ട് പറയുന്നത്, വൺ സിംഗിൾ ഫോൾട്ട്, ഒരൊറ്റ തെറ്റ് കാരണം ഞാൻ ശുദ്ധീകരണ സ്ഥലത്ത് 8 മണിക്കൂർ കിടക്കേണ്ടി വരും. 8 മണിക്കൂർ 8 hours ഇൻ പെർഗിറ്ററി. ആ ഒരു ഫോൾട്ട് എന്താണെന്നറിയോ? ഇദ്ദേഹം മരിക്കാൻ കിടക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സുപ്പീരിയർ വന്ന് സംതിങ് എന്തോ ഒരു കാര്യങ്ങൾ പറഞ്ഞു, എന്തോ ഒരു ഈ പാപത്തെപ്പറ്റി ഓർത്ത് അനുദപിക്കേണ്ട കാര്യങ്ങളും എന്തൊക്കെയാണ് സംതിങ് പറഞ്ഞത്. പക്ഷേ ഇദ്ദേഹം ആ വാക്ക് വിലക്കിടത്തില്ല. അപ്പോൾ തൻ്റെ സുപ്പീരിയറിൽ ഫുൾ കോൺഫിഡൻസ് വെക്കാത്തതിനാൽ, തൻ്റെ സുപ്പീരിയർ പറഞ്ഞ ആ ഒരു അഡ്വൈസ് സ്വീകരിക്കാത്തതിനാൽ, ഇതിവിടെ അദ്ദേഹം പറയണത്, ഞാനത് ദൈവശബ്ദമായി എടുക്കണമായിരുന്നു, പക്ഷേ ഞാൻ അങ്ങനെ എടുത്തില്ല ആ മരണ നിമിഷത്തിൽ. അത് കാരണം ഞാനിന്ന് ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുക, 8 മണിക്കൂറേക്ക് ഞാനിതാ കിടക്കാൻ പോവുകയാണ്, ഞാൻ സഫർ ചെയ്യുകയാണ് എന്ന് ഈ വൈദികൻ, അതായത് ഫാദർ ഫിലിപ്പ് സ്ട്രേറ്റ് പറയുകയാണ്. ഇപ്പം എങ്ങനെ ഇരിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ എവിടെയൊക്കെ നമ്മൾ തിരുത്തണം എന്നുള്ളത്. നമ്മൾ പേടിപ്പെടുത്താനൊന്നുമല്ല, ഇതൊക്കെയാണ് ഗ്രൗണ്ട് റിയാലിറ്റി. നമ്മളിതൊക്കെ പ്രൈവറ്റ് റെവലേഷനൊക്കെ പറഞ്ഞ് തള്ളിക്കളയുമെങ്കിലും പല വിശുദ്ധരുടെയും ജീവിതത്തിൽ അവരുടെ സന്യാസ സഭയിൽ തന്നെ മരിച്ചു പോയിട്ടുള്ള സിസ്റ്റർമാരൊക്കെ പ്രത്യക്ഷപ്പെട്ട് ഇത് പറഞ്ഞതിൻ്റെ ഫലമായിട്ട് ആ വിശുദ്ധർ തന്നെ അവരുടെ ആ കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അവർക്കത് സ്വീകരിക്കാമെങ്കിൽ, എളിമയോടുകൂടെ സ്വീകരിക്കാമെങ്കിൽ നമുക്കെന്തുകൊണ്ട് സ്വീകരിച്ചുകൂടാ? അപ്പോൾ എന്തായാലും നമ്മളിതൊക്കെ അനുഭവിക്കും. ഇത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇതൊക്കെ നമ്മൾ ശുദ്ധീകരണ സ്ഥലത്ത് നമ്മൾ അനുഭവിക്കും. അവനെ പ്രിയമുള്ളവരെ, പരിശുദ്ധ കുർബാനയെ തൊട്ട് കളിക്കരുത്. ഇതുകൊണ്ടാണ് കരുണയുടെ അവസാന മണിക്കൂർ പുസ്തകത്തിൽ വ്യക്തമായിട്ട് ഈശോ പറയുന്നു, പരിശുദ്ധ കുർബാന കയ്യിൽ കൊടുക്കുന്നവരും കയ്യിൽ സ്വീകരിക്കുന്നവരും അനുഭവിക്കേണ്ടി വരും. നിങ്ങൾ എങ്ങനെയാണ് ഈ ഭൂമിയിൽ എന്നെ ട്രീറ്റ് ചെയ്തത്, അതുപോലെ ആയിരിക്കും മരണാനന്തര ജീവിതത്തിൽ ഞാൻ നിങ്ങളെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് പരിശുദ്ധ കുർബാന ഇപ്പോഴും അവരവരുടെ രൂപതകളിൽ കൈകളിൽ നൽകിക്കൊണ്ടിരിക്കുന്ന ബിഷപ്പന്മാർ, എനിക്കറിയത്തില്ല, മരിയാസിമ്മ പറഞ്ഞത് ഇപ്രകാരമാണ്, അമേരിക്കയിലെ ഏത് ബിഷപ്പാണോ ആദ്യമായിട്ട് പരിശുദ്ധ കുർബാന കൈകളിൽ നൽകാൻ തുടങ്ങിയത് അദ്ദേഹം ഇപ്പോഴും ശുദ്ധീകരണ സ്ഥലത്താണ്. എന്നാണോ അമേരിക്ക മുഴുവനും, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലെ ഈ 19 സ്റ്റേറ്റുകളിൽ എന്നാണോ പരിശുദ്ധ കുർബാന കൊടുക്കുന്നത്, മുഴുവനായിട്ടും നാവിൽ മാത്രമാക്കുന്നത്, അതുവരെ ഈ ബിഷപ്പ് ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുമെന്നാണ് മരിയാസമ്മയോട് ശുദ്ധീകരണ ആത്മാക്കൾ പറഞ്ഞത്. നമുക്ക് ചിരിക്കാം, പുച്ഛിച്ച് കളയാം, നമുക്ക് തള്ളിക്കളയാം, പക്ഷേ ദീസ് ആർ ദ റിയാലിറ്റീസ്. ഞാൻ എത്ര അനുഭവങ്ങൾ പറഞ്ഞല്ലേ, ഇത് കഴിഞ്ഞിട്ടില്ല, ഇത് എന്താ തീരാത്തതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അത്രമാത്രമുണ്ട്. അപ്പോൾ ഇത്രമാത്രം സംഭവങ്ങൾ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരണമെങ്കിൽ ഇതെല്ലാം ഫേക്കാണ് നമുക്ക് പറയാൻ പറ്റുമോ? എത്ര കിടക്കുന്നു. ഇത് ഒരു ഡോഗ്മ ഓഫ് പെർഗട്ടറി എന്ന് പറയുന്ന പുസ്തകത്തിൽ ഒരു പാവം വൈദികൻ, ഫാദർ ഷൂപ്പെ എന്ന പേരുള്ള വൈദികൻ കളക്ട് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ആവേ മരിയ ഗ്രാസിയ പ്ലേന ഡോമിനസ് തേക്കും ബെനഡിക്താതു ഇൻ മുളിയരിബൂസ് എർ ബെനഡിക്തൂസ് ഫ്രുക്തൂസ് വെൻട്രീസ് തു യേസൂസ് സാങ്താ മരിയ മാതർ ദൈ ഓരാ പ്രോ നോബിസ് പെക്കാത്തോരിബൂസ് നുങ്കിയ തിന്നോര മോർത്തിസ് നോസ്ത്രേ ആമേൻ. വിവ ക്രിസ്റ്റോറെ.